എല്ലാവർക്കും പെസഹ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഉണ്ടാക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ്: വെളുത്തുള്ളി, ചുമന്നുള്ളി, ജീരകം, തേങ്ങ. പിന്നെ നമുക്ക് അരിയും വറുത്ത ഉഴുന്നും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കുതിർത്ത് അരച്ചോ അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടിയോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കുതിർത്ത അരിയാണ് എടുക്കുന്നത്. അരിയും ഉഴുന്നും നമ്മൾ അരച്ച് മാറ്റി വെക്കുക. തേങ്ങാക്കൊത്ത് വറുക്കുകയാണ്. ഈ തേങ്ങാക്കൊത്ത് വറുക്കുന്നത് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കാനാണ്. നമ്മൾ രണ്ട് രീതിയിലാണ് പെസഹ അപ്പം ഉണ്ടാക്കുന്നത്. ഒന്ന് ആവിയിൽ വേവിച്ചതും മറ്റൊന്ന് ചുട്ടെടുക്കുകയാണ്. അതിന് തേങ്ങാക്കൊത്തും ഉള്ളിയും ഒക്കെ വറുത്ത് നമ്മൾ കോരി മാറ്റി വെക്കണം. ഉള്ളിയും തേങ്ങായും പിന്നെ അതുപോലെ തന്നെ കരിയാപ്പിലയും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, വെളുത്തുള്ളി, ജീരകം അവയെല്ലാം കൂടെ മൂന്നും കൂടെ കൂട്ടി അരച്ച് പേസ്റ്റ് പരുവത്തിലാക്കിയിട്ടുണ്ട്. ഉഴുന്നരച്ചതും മാവ് അരച്ചതും കൂടെ എല്ലാം റെഡിയായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. പെസഹ അപ്പം ഉണ്ടാക്കൽ പരിപാടികളൊക്കെ തുടങ്ങാണ്. അപ്പോൾ ഇത് പാച്ചിക്കുട്ടൻ്റെ ആദ്യത്തെ പെസഹാണ് അല്ലേ പാച്ചിക്കുട്ട? അപ്പൊ ജോഷുവയുടെ 4ാമത്തെ പെസഹാണ് അല്ലേ? ചേട്ടനായിട്ടുള്ള ആദ്യത്തെ പെസഹ. പെസഹ അപ്പത്തിനായിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം കുഴച്ചെടുക്കുന്ന ജോലി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല കൂട്ടുകാരെ. ജോഷും ഫുൾ ടൈം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നന്നായിട്ട് കുഴച്ച മാവ് പാത്രത്തിലേക്ക് പകർത്തി അതിനു മുകളിൽ വെഞ്ചരിച്ച കുരുത്തോലയും വെച്ച് നമ്മൾ പെസഹ അപ്പം അടുപ്പത്തേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇവിടെ കൽത്തപ്പത്തിന് വേണ്ടിയുള്ള മാവ് നമ്മൾ തയ്യാറാക്കിയാണ്. 2 വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ളവരായതുകൊണ്ട് രണ്ടിടത്തെയും ട്രഡീഷൻസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു പെസഹ ആഘോഷമായിരുന്നു ഞങ്ങളുടേത്. പാരമ്പര്യമായിട്ട് ഇത് ഉരുളിയിലാണ് ചുട്ടെടുക്കാറ്. പെസഹ അപ്പം റെഡിയാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പെസഹ പാലും ഇവിടെ സൈഡിൽ കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പെസഹ പാലും പെസഹ അപ്പവും റെഡിയാക്കി കഴിഞ്ഞു. പ്രാർത്ഥനയോടെ നമുക്ക് പെസഹ ആചരിക്കാം. പെസഹ അപ്പം മുറിച്ച് എല്ലാവർക്കും പങ്കുവയ്ക്കുന്നു. ആദ്യമായിട്ട് പെസഹ ആഘോഷിക്കുന്നവൻ്റെ സന്തോഷം അത് ഒരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു.